ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് 2 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വ്യാഴാഴ്ച ദിവസത്തെയും വെള്ളിയാഴ്ച ദിവസത്തെയും കൂടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇത് വ്യാഴാഴ്ച ദിവസത്തെയാണ്. അപ്പോൾ രാവിലെ തന്നെ അതാ എണീറ്റ് നേരെ മിറ്റടിക്കാൻ വന്നിട്ടുണ്ട്. മിറ്റൊക്കെ അടിച്ചോരിടാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസ് ആയിട്ട് അറിയിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇതാ മിറ്റൊക്കെ അടിച്ച് സെറ്റാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോനെ അംഗൻവാടിക്ക് ആക്കുന്നതിന് മുന്നേ കഴിവതും എല്ലാ പണികളും തീർക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ മോൻ്റെ ചെറുതിൻ്റെ അസുഖമൊക്കെ ഓക്കെ ആയ കാരണം കൊണ്ട് അപ്പോൾ ഒക്കെ വേഗം നോക്കിയിട്ട് ഞാൻ അവനെ അംഗൻവാടി കൊണ്ടാക്കാറ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനൊക്കെ സമയം കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ ഒരു ഭയങ്കര സ്പീഡാണ് കേട്ടോ പണികൾക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പിന്നെ തേങ്ങ പൊളിക്കാൻ നിൽക്കാണ്ട്. അപ്പോൾ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചട്നി അരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതും കൂടെ അങ്ങോട്ട് നേരെ പൊളിച്ചിട്ട് അങ്ങോട്ട് അകത്തേക്ക് പോവുക, പിന്നെ അങ്ങോട്ട് ഇറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പൊളിക്കാണ് കേട്ടോ. അപ്പോൾ മോനവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവനോട് ഇങ്ങനെ ഓരോന്നും പറയുന്നുണ്ട് കേട്ടോ. അവൻ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ്. രാവിലെ തന്നെ മണ്ണ് കളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കുന്നുണ്ട് കേട്ടോ. ഇവർ രണ്ടാളും ഞാൻ ഉണരുമ്പോഴേക്കും എന്നെ കൂടെ ഉണരും കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഉറങ്ങിക്കോ പറഞ്ഞിട്ട് രണ്ടാളും ഉറങ്ങില്ല കേട്ടോ. മൂത്തവൻ പിന്നെ ഉറങ്ങിയാലും ചെറുത് രാവിലെ ഞാൻ ഉണരുന്നേക്കാട്ടിലും മുന്നേ ഉണർന്നിട്ടുണ്ടാവും കേട്ടോ. എപ്പോഴും അത് ഞാൻ പിന്നെ ഒന്ന് കിടത്തി ഉറക്കാനൊക്കെ നോക്കും കേട്ടോ. പാലൊക്കെ കൊടുത്തിട്ട് ഞാൻ ഉറങ്ങും പോലെയൊക്കെ കിടക്കൂട്ടെന്ന് അവൻ ഉറങ്ങട്ടെ വെച്ചിട്ട്. പക്ഷെ അവൻ എണീറ്റിരുന്ന് അവിടെ ഇരുന്ന് കളിച്ചിട്ട് എന്നെ പിടിച്ച് വലിക്കുക, അല്ലെങ്കിൽ മറ്റേ മൂത്തേനെ പിടിച്ച് വലിക്കുക, അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ പിന്നെ ഉറക്കം രാവിലെ ഉണ്ടാവില്ല. അത് കാരണം ഒപ്പം തന്നെ എണീക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ തേങ്ങയൊക്കെ പൊളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ അടുക്കളയ്ക്ക് പോയിട്ട് ദോശയൊക്കെ ചുട്ടിട്ട്. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ ഈ ചട്ടിയിൽ ദോശയൊക്കെ ചുട്ടിട്ട്. അപ്പോൾ ചട്ടി പണി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മയമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മുട്ടയൊക്കെ പൊരിച്ച് സെറ്റാക്കിയിട്ടൊക്കെ എടുത്തിട്ട് വേണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൊട്ടിയിട്ടൊക്കെ വരാൻ കേട്ടോ. എന്നാലും ഞാൻ ഒരു ഇതൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ചുട്ടെടുത്തിട്ടു. ദോശ ചുടുമ്പോൾ കിട്ടിയില്ലെങ്കിൽ തന്നെ ഭയങ്കര ദേഷ്യം പിടിക്കില്ലേ. അതൊരു ചൊറ പണി പോലെ തോന്നും. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ദോശകൾ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തേങ്ങ ചിരകുണ്ട് ചട്നി അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം കൂടെ ഒപ്പം ഇങ്ങനെ ഓരോന്നായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ചിരകുന്നുണ്ട് പിന്നെ അവൻ്റെ പിന്നാലെ കൂടും കേട്ടോ. ഇടയ്ക്കൊക്കെ എടുത്ത് വായിലിട്ട് കഴിക്കും, ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് വായിലിട്ട് ചവച്ചിട്ട് തുപ്പും. അങ്ങനെയൊക്കെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ആ പരിപാടിയിലാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ കുറേ മരുന്നുണ്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ ചെറുതിൻ്റെ മരുന്നാണ്. കുട്ടി കുറേ മരുന്ന് കുടിച്ചടങ്ങറായിട്ട് അവന് വയ്യാത്ത കാരണം കൊണ്ട്. അപ്പോൾ നമ്മൾ അന്ന് പോയിട്ട് എക്സ്റേ എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും പോയി കാണിച്ചു. അപ്പോൾ എക്സ്റേ എടുത്തു. അപ്പോൾ ഡോക്ടർ കഫക്കെട്ട് കൂടിയിട്ടുണ്ട്, അഡ്മിറ്റ് ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അഡ്മിറ്റ് ആക്കാൻ എഴുതി തന്നു. അപ്പോൾ നമ്മൾ കാണിക്കുന്ന ഡോക്ടർ ഹോസ്പിറ്റൽ കുറച്ച് ദൂരെയാണ്, പട്ടാമ്പിയിൽ നിന്നും കുറച്ച് പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്ത് ഹോസ്പിറ്റലുണ്ട്, കൂറ്റനാട് മോഡേൺ ഹോസ്പിറ്റൽ എന്ന് പറയും. അപ്പോൾ നമ്മൾ എളുപ്പത്തിന് ഇന്ന് അവിടെ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ട്. എന്തായാലും ഇഞ്ചക്ഷൻ എടുക്കണം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അവിടെ കൊണ്ട് അഡ്മിറ്റ് ആക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോയി. അവിടെ കാഷ്വാലിറ്റി കാണിച്ച് നിന്നെ അവർ അഡ്മിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വേഗം കുട്ടികളുടെ ഡോക്ടറെ കാണിക്കുമല്ലോ. അങ്ങനെ കാണിച്ചപ്പോൾ നമ്മളവിടെ കാണിച്ചപ്പോൾ കുട്ടികളുടെ ഡോക്ടർ പറഞ്ഞു അത്ര വലിയ കഫക്കെട്ടൊന്നും ആയിട്ടില്ല, ഒരാഴ്ചയും കൂടി കാണിച്ചിട്ട് മരുന്ന് കഴിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഒരാഴ്ച കൂടി മരുന്നൊക്കെ കൊടുത്ത് മാഷാ അല്ലാഹ് ഭേദമായിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ മരുന്നൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോഴാണ് ഒരു സമാധാനമായത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മോന് ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. കുറുക്ക് ഇങ്ങനെ അവനെടുത്തിട്ട് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. പിന്നെ ഇന്നലെ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരത്താണ് അലക്കിയത്. അപ്പോൾ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ എടുത്ത് നല്ല വെയിലുണ്ട് കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ അതൊക്കെ എടുത്ത് ഉണക്കുകയാണ്. അപ്പോൾ മരുന്നുകൾ ആവശ്യമുള്ളതൊക്കെ ഞാൻ പനിയുടെ മരുന്ന് അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ജലദോഷത്തിൻ്റെ ബാക്കി ഒക്കെ കളഞ്ഞു ഇതാക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതൊക്കെ തുണികളൊക്കെ ഉണക്കി ബാക്കി കുളികളും എൻ്റെ കുളി മക്കളെ കുളി എല്ലാവരുടെ കുളിയൊക്കെ കഴിഞ്ഞ് അംഗനവാടിക്ക് പോകാൻ നിൽക്കാണ്ട്. അപ്പോൾ ചെറുതിനെ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അവന് ഭക്ഷണമൊക്കെ കഴിച്ച് കുളി കഴിഞ്ഞപ്പോൾ ആളെല്ലാം ആക്റ്റീവായിട്ട് ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ചിലപ്പോൾ ഞാൻ അംഗനവാടി പോയി വരുമ്പോഴേക്കും അവൻ ഉറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ഉമ്മാൻ്റെ തോളിൽ കിടന്നിട്ട്. അങ്ങനെയാണ് മിക്കവാറും ഉണ്ടാവാറ്. ഞാൻ 5-10 മിനിറ്റ് അംഗനവാടിയിൽ ഇരുന്നിട്ടൊക്കെയാണ് കേട്ടോ വരാറ്. അപ്പോൾ അവനിപ്പോൾ മടിയൊന്നുമില്ല കേട്ടോ അങ്ങനെ പോകാൻ. പക്ഷെ എന്നാലും അംഗനവാടി പോയിരുന്ന് ഞാൻ വരുന്ന സമയത്തൊന്ന് കരയും കേട്ടോ. പിന്നെ സീനൊന്നുമില്ല കേട്ടോ. അങ്ങനെ പോയിട്ട് കളിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് അപ്പോഴേക്കും ഉച്ചയായപ്പോൾ ഇക്കൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം പിന്നെ ആ പരിപാടിക്കൊന്നും നിൽക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇന്നലെ കുമ്പളങ്ങ കറി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ.
പിന്നെ എന്താ ഞാൻ മല്ലിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ ഇപ്പോൾ ഒന്ന് കഴുകി വർക്കൊക്കെ ചെയ്യണം. അപ്പോൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ മുളക് ഉണങ്ങിയിട്ടുണ്ട്, രണ്ടും കൂടെ ഒപ്പം പൊടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. മാവേലിയിൽ നിന്നൊക്കെ 1/2 കിലോനല്ലേ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും അത് ഒന്ന് കഴുകി വറക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ അംഗനവാടി പോയിട്ട് മോനൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഉമ്മ ഇവിടെ ഇല്ല, ഞങ്ങൾ 3 മാത്രമേ ഉള്ളൂ. ഉമ്മ താത്താനെയും കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ പോയിക്കാണ്, തൈറോയ്ഡ് കാണിക്കാൻ വേണ്ടി അവർ കുന്നംകുളം റോയൽ ഹോസ്പിറ്റലിലേക്ക് പോയിക്കാണ് കേട്ടോ. ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്ക് ഉച്ചയ്ക്ക് ശേഷം വർക്കുള്ള കാരണം വണ്ടി എടുത്ത് പോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അവർ രണ്ടാളും കൂടി ബസ്സിന് പോയി. അപ്പോൾ ഞങ്ങൾ 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവനൊന്ന് സ്കൂളിൽ നിന്ന് പുസ്തകവും ക്രയോണൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വരയ്ക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പം മറ്റാൾ അതെങ്ങനെ പിടിച്ച് വലിക്കാൻ വാങ്ങാന്നുള്ള ഇതിലാണ് കേട്ടോ അവൻ നോക്കിയിട്ട് ഇതാക്കിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അത്രയും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു വ്യാഴാഴ്ച ദിവസത്തെ വീഡിയോ ആണ്. പിന്നെ നമ്മൾ വെള്ളിയാഴ്ച ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ എടുത്തത്. വെള്ളിയാഴ്ച നമ്മുടെ അംഗൻവാടിയിൽ ഓണം സെലിബ്രേഷൻ ആയിരുന്നു. ഒട്ടുമിക്ക സ്ഥലങ്ങളിലൊക്കെ വെള്ളിയാഴ്ച തന്നെ ആയിരുന്നല്ലോ അല്ലേ, നമുക്ക് അന്ന് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ വീട്ടിൽ നിന്ന് ഓരോരോ ഫുഡ് ഐറ്റംസ് അങ്ങനെ ഉണ്ട്. അപ്പോൾ എനിക്ക് കാബേജ് ഉപ്പേരി ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞതാണ് കേട്ടോ. കാബേജ് തോരൻ എനിക്ക് എളുപ്പം അതാണ്, അപ്പോൾ അത് മതി. പിന്നെ കുട്ടിയുള്ളതല്ല, അപ്പോൾ ടീച്ചർ അത് മതി. ചിലർ 2 ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുട്ടിയുള്ള കാരണം പിന്നെ ടീച്ചർ ഒരൈറ്റം കൊടുന്നാൽ മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ ഞാനിതാ അത്യാവശ്യം ഒരു 10-35 ആൾക്കുള്ള ഫുഡ് അത്തരത്തിലുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത വീട്ടിലുള്ളവരും ആ ചുറ്റുപാടുള്ളവരും ഒക്കെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളിതാ പോവുകയാണ് കേട്ടോ. പിന്നെ ബാക്കിയൊന്നും എടുത്തില്ല കേട്ടോ, കാരണം നല്ല തിരക്കായിരുന്നു. അപ്പോൾ മോനിതാ ഡ്രസ്സും മുണ്ടും ഷർട്ടൊക്കെ ഇട്ടെടുത്ത് മാഷാല്ലാ അങ്ങനെ ആക്കിയിട്ട് അപ്പോൾ അവൻ തെറ്റി നിൽക്കട്ടെ, ഞാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ സമയം ഒരു 11:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് ഞാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനവിടെ ആനയുണ്ട് കൊട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ അത് ഉപ്പേരി ഇതൊരു പാത്രത്തിലാക്കിയിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ സാരിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. താത്താൻ്റെ മോളുടെ സാരിയും ബ്ലൗസൊക്കെ സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അവൾ ധാവണിയൊക്കെ ചുറ്റിയിട്ടാട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് അതൊക്കെ എടുത്തിട്ട് കുറച്ച് പൊട്ടിയൊക്കെ അടിച്ചിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അംഗൻവാടിയിലെത്തിയപ്പോൾ ആകെ ഞങ്ങൾ 2 അമ്മമാർ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. മീറ്റിംഗ് കൂടിയപ്പോൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എടുക്കുമ്പോൾ ഞങ്ങൾ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ എന്താ താത്തൊക്കെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവർ ഫുഡ് ചോറ്, സാമ്പാർ, പിന്നെ പായസം, വെള്ളം അതൊക്കെ അവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഹെൽപ്പിങ്ങിന് വേണ്ടിയിട്ട് താത്തയും പിന്നെ അടുത്ത വീട്ടിലെ താത്ത എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ ഉണ്ടാക്കുകയാണ്, ടീച്ചർമാരും ഒക്കെ കൂടിയിട്ട്. അപ്പോൾ പുറത്ത് അടുപ്പൊക്കെ കത്തിച്ചിട്ട് ഒക്കെയാണ് ചോറ് വെക്കുന്നതും പായസം വെക്കുന്നതും ഒക്കെ കേട്ടോ. അപ്പോൾ പിന്നെ ഓരോ വീട്ടിൽ നിന്ന് ഓരോരോ ഐറ്റംസും കൊണ്ടുമ്പോൾ ബാക്കി ഇവിടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും വന്നിട്ട് ഹെൽപ്പിങ്ങും ഇതൊക്കെ ചെയ്യാണ്. അപ്പോൾ അതാ പായസം ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെയാണ് കേട്ടോ. പിന്നെ മക്കളൊക്കെ ഇതാ വന്നുകൊണ്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേരൻസ് വരുമ്പോൾ തന്നെ മക്കളെ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചെറുതിന് ഇതാ മൂത്തവൻ്റെ ഷർട്ടാണ് കേട്ടോ. അത് അവന് 7-8 മാസം പ്രായമുള്ളപ്പോൾ വിഷുവിന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് അവന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനതൊക്കെ ഊരിട്ട് കൊടുത്തിട്ടോ ചൂട് കാരണം കൊണ്ട്. പിന്നെ എന്താ മക്കളെ അടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുക, പക്ഷെ ആരും ഒതുങ്ങിയിട്ട് നിൽക്കണില്ല കേട്ടോ. ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടി കുറേ കളിച്ചിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട്. സ്വത്ത് തീരെ നിൽക്കില്ല കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അവൻ്റെ ഉപ്പച്ചിൻ്റെ അതേ സ്വഭാവമാണ്. ഉപ്പച്ചിക്ക് ഇഷ്ടമല്ല ഫോട്ടോ എടുക്കുന്നത്. അതേപോലെ തന്നെ അവനും കേട്ടോ തീരെ നിൽക്കുകയില്ല ഫോട്ടോ എടുക്കാൻ വേണ്ടി. പിന്നെന്താ ഓരോ വീട്ടിൽ നിന്ന് കൊടുന്ന ഫുഡ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിലും ഉണ്ടായിരുന്നു കേട്ടോ, അപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അത് മാത്രമേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ശർക്കര ഉപ്പേരി, പഴം, അങ്ങനത്തെ സംഭവങ്ങളും എല്ലാം അതും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സദ്യക്കുള്ള എല്ലാതും നമ്മളിവിടെ സെറ്റാക്കിയിട്ട് എല്ലാവരും കൂടി സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ വീട്ടിൽ നിന്ന് എല്ലാ ഇതായിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ അതാ മക്കളൊക്കെ ഇരുത്തിയിട്ട് കൊടുത്തു. അപ്പോൾ സ്വത്ത് എൻ്റെ കൂടെ ഇരിക്കുള്ളൂ പറഞ്ഞിട്ട് അവിടെ മാലും പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് കൊണ്ടുപോയി ഇരുത്തി, താഴെ പിടിച്ച് അവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് അവിടെ കഴിക്കാൻ ഇരുത്തിയിട്ടോ. ആദ്യം ഇരുത്തി കൊടുത്തൊക്കെ അവ എണീറ്റ് പോകുന്നു കേട്ടോ. ഉമ്മച്ചി വേണോ പറഞ്ഞിട്ട്. പിന്നെ എന്താ ഈ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഫുഡ് കഴിച്ചോളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്മമാരും അടുത്ത വീട്ടിലുള്ള അമ്മമാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി കഴിക്കാൻ കേട്ടോ. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഓണസദ്യ. എല്ലാവരും കൂടി നല്ല രസമായിരുന്നു കേട്ടോ. നല്ലൊരു എന്താ പറയുക, ഞാനിങ്ങനെ നമ്മൾ ഓണ സെലിബ്രേഷനൊക്കെ ആഘോഷിച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ മക്കളെ കൂടെ വന്നിട്ടുള്ളൊരിത് ഭയങ്കര ഒരു അനുഭവം തന്നെ ആയിരുന്നു കേട്ടോ. ഭയങ്കര എക്സ്പീരിയൻസ്, ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇക്കാൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ പിറ്റേ ദിവസം ശനിയാഴ്ച ഇക്കാൻ്റെ അനിയൻ്റെ കല്യാണത്തിൻ്റെ ഒരു സെലിബ്രേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ് ഞങ്ങൾ. അപ്പോൾ ഉമ്മ മൂത്തമ്മാൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.